ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിറ്റ് മാജിക് ലവ്. ഇന്ന് ഞങ്ങൾ തേക്കടിയിലേക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തായിരുന്നേ. അപ്പോൾ ഓൺ ദ വേ ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ഇതായിരുന്നു, അമാന പ്ലാന്റേഷൻ റിസോർട്ട്. ഇതിൻ്റെ എൻട്രൻസ് ആണിത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഈ സ്ഥലം. ഓക്കെ, അമേസിങ് നേച്ചേഴ്സ് ബൗണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. കുരുമുളകും ഏലത്തോട്ടങ്ങളുടെ ഇടയിലാണ് ഈ പ്ലാന്റേഷൻ റിസോർട്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ലഗേജുമായിട്ട് ഞങ്ങളുടെ റൂമിലേക്ക് വരുന്ന സീനാണിത്. അപ്പം ഞങ്ങളുടെ റൂം മുകളിലായിരുന്നു, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് സ്റ്റെപ്പ് കയറണമായിരുന്നു. അപ്പം ഇതാണ് ഞങ്ങളുടെ ബാൽക്കണി വ്യൂ. സൂപ്പറല്ലേ, അടിപൊളിയായിരുന്നു. ഞാനങ്ങ് ഇരുന്ന് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞിൻ്റെ കാര്യം ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ അവനും വന്ന് എൻ്റെ കൂടെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. അടിപൊളിയായിരുന്നു. വ്യൂ വാസ് അമേസിങ്. വൺസ് ഇൻ എ ലൈഫ് ടൈമാണ് കേട്ടോ. ഇത്രയും ബ്യൂട്ടിഫുള്ളാണ് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. എൻ്റെ കുഞ്ഞാണെങ്കിൽ അതങ്ങ് അവൻ്റെ ലോകത്തിൽ അവനങ്ങ് എൻജോയ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തതിന് ശേഷം ഇതാണ് ഞങ്ങളുടെ റൂമാണിത്. ഓക്കെ, അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസാണ്. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് വന്ന് ജസ്റ്റ് റൗണ്ട് അബൌട്ട് ഷോട്ട്സൊക്കെ എടുത്തു. അടിപൊളിയാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കേ, കിടിലമാണ് ആംബിയൻസ്, ഒരു രക്ഷയില്ല, അടിപൊളി. ഞങ്ങൾ കാറിട്ട സ്ഥലമാണ്. തൊട്ടപ്പുറത്തെ റൂമിലും ഫാമിലീസ് ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളധികം ദൈർഘിപ്പിക്കാതെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അപ്പം ഞാനും കുഞ്ഞും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പം അവൻ ഭയങ്കര ഹാപ്പിയാണ്. ഇരുന്നിരുന്ന് വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ പെയ്തു തുടങ്ങി. അപ്പം ഞങ്ങൾ അകത്തേക്ക് പോയി. ഓണത്തിൻ്റെ ഡെക്കറേഷൻസ് ഒന്നും ഇതുവരെ മാറ്റിയിട്ടില്ല, എല്ലാവർക്കും ഓണം തന്നെയാണ് അല്ലേ. പിന്നെ ഞാനും എൻ്റെ കുഞ്ഞും കുറച്ച് അവനെ ഒന്ന് കഴിപ്പിക്കാൻ പഠിപ്പിക്കുകയാണ്, ഫോർക്കും സ്പൂണും ഒക്കെ. ഞാൻ ആദ്യമായിട്ട് കാണുക, അതുകൊണ്ടാണ് തിങ്സ്. പിന്നെ ഞങ്ങൾ കുറച്ച് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇവിടെ സഫാരി ജീപ്പ് ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഓരോ ആക്ടിവിറ്റീസിന് പോകാൻ വേണ്ടി എന്തൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇപ്പം ഞങ്ങൾ എത്തിയതിന് ശേഷം നല്ല ടയേർഡായതുകൊണ്ട് ആദ്യമേ തന്നെ അവർ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് പ്ലാന്റേഷൻ വാക്കിന് പോവാം, അല്ലെങ്കിൽ നമുക്ക് ഫിഷിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പ്ലാന്റേഷൻ വാക്ക് ഇതാ നോക്കിക്കേ, ഇതാണ് ഫുൾ വ്യൂ. എൻറ്റയർ അമ്മാന പ്ലാന്റേഷൻസിൻ്റെ വ്യൂ ആണിത്. സൂപ്പറല്ലേ. പിന്നെ ഞങ്ങൾ ഫിഷിങ്ങിന് പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോൾ കുഞ്ഞാണ് ആദ്യമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ചെന്ന് നിന്നത് റോഡ് കയ്യിലെടുക്കാൻ. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഫിഷിംഗ് റോഡ്സ് അവിടുത്തെ ചേട്ടന്മാർ ഞങ്ങൾക്ക് ബെയ്റ്റ്സൊക്കെ കൊണ്ടുവന്നു, അവർ സെറ്റ് ചെയ്ത് തന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുട്ടിപ്പട്ടാളം തനിയെ തന്നെ ഫിഷ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പയും മോനെ നല്ലോണം എൻജോയ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഫിഷിങ്. അപ്പം സത്യം പറഞ്ഞാൽ ക്യാമറയുടെ പുറവിൽ നിന്ന് ഇത് ക്യാപ്ചർ ചെയ്യുന്നതിന് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്തു കേട്ടോ. ഇത് കണ്ടോ, ഒരു ഫിഷ് കിട്ടും കിട്ടില്ല എന്ന രീതിയിൽ എത്തിയതായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, വലിച്ചത എടുത്തപ്പം അതങ്ങ് പോയി. സങ്കടം തോന്നി. അല്ല, ഹബിയുടെ മുഖത്തും അതേ എക്സ്പ്രഷനാണ്. എന്ത് ചെയ്യാനാ. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഒരു വട്ടം കൂടി ശ്രമിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. നിന്ന് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാനും ചെന്നൊന്ന് ഇട്ട് നോക്കി. പക്ഷേ ബാഡ് ലക്ക് എന്ന് പറയാം. എൻ്റെ ബെയ്റ്റ്സൊക്കെ ഫിഷ് തിന്ന് തീർക്കാൻ മാത്രമേ ചെയ്തോളൂ.
ഫിഷിംഗ് ആക്ടിവിറ്റിക്ക് ശേഷം ഞങ്ങൾ അങ്ങോട്ട് വന്നപ്പോൾ അവിടെ ഒരു ബോട്ട് കണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത് മാവേലി, അതായത് ഓണത്തിന് സെറ്റ് ചെയ്തെടുത്ത ഒരു ബോട്ടായിരുന്നു. അപ്പോൾ അവർ വന്ന് അത് എടുത്തുകൊണ്ട് പോയി. പിന്നെ ഞങ്ങൾ ജസ്റ്റ് വാക്ക് ചെയ്ത് എല്ലാം നേച്ചർ എല്ലാം അഡ്മയർ ചെയ്ത് വന്നപ്പോൾ ദേ ഇവിടെ ഒരു സംഭവം കിടക്കുന്നുണ്ടായിരുന്നു. ഹാമക്കാണ്, എൻ്റെ ഹബ്ബിയുടെ വീക്ക്നെസ്സാണത്. അപ്പോൾ പുളിയും കുഞ്ഞുമായിട്ട് ചെന്നങ്ങ് ഇരിക്കുകയാണ് അതിൽ. വീണ്ടും ഞാൻ ഈ മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാൻ തുടങ്ങി. അടിപൊളി കേട്ടോ. ഹാമയ്ക്ക് ഇരുന്ന് ഇതാ വിഷ്വൽസ് നോക്കിക്കേ, അത് അങ്ങോട്ട് ഇതാ. അപ്പോൾ ഞാൻ കാണിച്ചു തരാവേ, ഇത് ക്യാമറ വന്നിരിക്കും. നല്ല വിഷ്വൽസാണ് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് വ്യൂ ഇസ് അമേസിങ്. ഇത്രയും ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ലൊക്കേഷൻ ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. കിട്ടില്ലമാണ്. ആംബിയൻസ് ഇസ് സൂപ്പർബ്. അപ്പോൾ ഹാമക്ക് റൈഡിന് ശേഷം എൻ്റെ കുഞ്ഞിന് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തൊട്ടടുത്ത് അവിടെ ഒരു ബെഞ്ച് അവനാ കണ്ടുപിടിച്ചത്. ഞങ്ങൾ അങ്ങോട്ട് ചെന്നങ്ങ് ഇരുന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡേ 1 വിശേഷങ്ങൾ. അപ്പോൾ ബൈ.